CPIM നേതാവ് KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി അന്വേഷണ സംഘം. നാളെ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പരിശോധനയിൽ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. കേസിൽ ഒരാളെ കൂടി ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട്. ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ ചേർന്നത്. ആൻമരിയ, ഈ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്? ഈ പുതുതായി പ്രതി ചേർത്തിരിക്കുന്ന ആരെയാണ് ആൻമരിയ? ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് സൂചിപ്പിച്ചതാണ് ഈ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഈ തെളിവുകൾ കൂടുതലായിട്ട് പോലീസ് ശേഖരിക്കുകയാണ്. ഗോപാലകൃഷ്ണൻ മാത്രമല്ല, രണ്ടാം പ്രതിയായിട്ടുള്ള ആളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇന്ന് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലാണ് പ്രത്യേക അന്വേഷണ സംഘം, മുൻപണ്ടി വൈസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. ആ അന്വേഷണ സംഘത്തിൽ എറണാകുളം റൂറൽ പോലീസും അതോടൊപ്പം തന്നെ സൈബർ പോലീസും അതിനകത്തുണ്ടായിരുന്നു. ഈ രണ്ട് കൂട്ടർ കൂടി നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇതിനകത്ത് നിന്നും ഗോപാലകൃഷ്ണന്റെ ഫോൺ പോലീസ് നിലവിൽ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ഗോപാലകൃഷ്ണന്റെ ഭാര്യയും മൊഴിയെടുപ്പും കാര്യങ്ങളുമെല്ലാം ഇന്ന് വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഗോപാലകൃഷ്ണന് നാളെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. KJ ഷൈൻ ആദ്യഘട്ടത്തിൽ പരാതി നൽകിയ സമയത്ത് തന്നെ ഗോപാലകൃഷ്ണനും 1-2 പ്രതികളായിട്ടുള്ളവർ ഒളിവിൽ പോയതാണ്. അതിനുശേഷം പോലീസ് നൽകിയിരിക്കുന്ന സൂചനകൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും അറസ്റ്റ് എന്നതിലേക്ക് കടക്കുകയുള്ളൂ എന്ന പ്രത്യേക അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. ഇതിനിടയിലാണ് വൈപ്പിൻ MLA പോലീസിൽ പരാതി നൽകുന്നത് സമാനമായ കേസിൽ. അതോടൊപ്പം തന്നെ മറ്റു 3 MLAമാർ കൂടി, CPIMന്റെ 3 MLAമാർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പരാതി നൽകുന്നു. പിന്നീടാണ് പോലീസിന്റെ അന്വേഷണം അതിവേഗത്തിലേക്ക് നടക്കുന്നത്. അതിനെ തുടർന്നാണ് ഇന്ന് ഗോപാലകൃഷ്ണന്റെ വീട്ടിലെ പോലീസിന്റെ പരിശോധന നടക്കുകയും ഗോപാലകൃഷ്ണന്റെ ഫോൺ പോലീസ് പിടിച്ചെടുക്കുകയും നാളെ ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇവർ 2 പേരും ഇപ്പോൾ ഒളിവിലാണ്. ഇതിനിടയിലാണ് മറ്റൊരാളെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 3-ാം പ്രതിയായിട്ടാണ് പോലീസ് മറ്റൊരാളെ ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. അതിനകത്ത് കൊണ്ടോട്ടി അബു എന്നുള്ള പ്രൊഫൈൽ അറിയപ്പെടുന്ന യൂട്യൂബർ ആയിട്ടുള്ള യാസിർ എന്ന് പറയുന്നയാളെയാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇയാൾ പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷം പിന്നെയും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വീണ്ടും പോസ്റ്റുകൾ ഇടുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പോലീസ് 3-ാം പ്രതിയായിട്ട് ഈ യാസിർ എന്ന് പറയുന്ന ആളെ കൂടി ഇപ്പോൾ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. 100 അക്കൗണ്ടുകൾ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പോലീസിന്റെ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ പോലീസ് സൂചിപ്പിച്ചതാണ്. അതിനുവേണ്ടിയിട്ട് മെറ്റയ്ക്ക് അടക്കം പോലീസ് കത്തും നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസിൽ കൂടുതൽ പ്രതികളിലേക്ക് കടക്കുകയാണ് പോലീസ്. ഇനിയും കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് അന്വേഷണ സംഘം നൽകുന്നത്. എന്തായാലും ഗോപാലകൃഷ്ണനെ നാളെ ഹാജരാകാൻ വേണ്ടിയിട്ട് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഉന്മേഷ്, ഈ തെളിവുകൾ പരമാവധി ശേഖരിക്കുക. കാരണം ഇത് സൈബർ ഇടത്തിലെ ഒരു അതുമായി ബന്ധപ്പെട്ട കേസ് കൂടിയാണല്ലോ. അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എന്നതാണോ അന്വേഷണ സംഘത്തിന് തീരുമാനം? ആൻമരിയ, തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് അത് സൂചിപ്പിച്ചതാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഒരു പ്രതിയുടെ പേര് വരുന്നു, ഈ ഗോപാലകൃഷ്ണൻ, ഷാജഹാൻ എന്നടക്കമുള്ള പ്രതികളുടെ 1-2 പ്രതികളുടെ പേരുകൾ വരുന്നു. ഇവർക്കെതിരെ പോലീസ് കേസുമെടുക്കുന്നു. പല കേസുകളും ഇവരുടെ പേരിലേക്ക് വരികയാണ്. അതായത് CPIM MLAമാരടക്കം 3 MLAമാർ നൽകുന്നു. വൈപ്പിൻ MLA പരാതിയുമായി രംഗത്തേക്ക് എത്തുന്നു. KJ ഷൈന്റെ മൊഴിയടക്കം പരിശോധിച്ചുകൊണ്ട് പോലീസ് കേസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. പക്ഷേ സൈബർ ആക്രമണം എന്ന രീതിയിലേക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അത് ആദ്യഘട്ടത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിന് ശേഷം മുതൽ തന്നെ പോലീസ് അത് വ്യക്തമാക്കിയിട്ടുള്ളത് കാണാം. കാരണം സൈബർ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ അതിനകത്ത് കൂടുതലായിട്ട് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കേസുമായി ബന്ധപ്പെട്ട് വേണം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം, അത് പ്രതികളുടെ അടക്കം വീട്ടുകളിൽ പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ള സൂചനയാണ് പോലീസ് നൽകിയിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ വീട് കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണവും ഗോപാലകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുക്കുക കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഈ വരും ദിവസങ്ങളിലും ഷാജഹാന്റെ ഉൾപ്പെടെയുള്ള വീടുകളിലും പരിശോധന പോലീസിന്റെ എന്തായാലും ഉണ്ടാകും. ഉന്മേഷ്, ശരി. ആൻമരിയ സണ്ണിയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.